നമ്മളിപ്പോൾ എവിടെ നിൽക്കണമെന്ന് അറിയാവോ? വട്ടവടയിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. ക്യാമ്പ് നോയൽ എന്ന് പറഞ്ഞൊരു റിസോർട്ടിൽ വന്നിരിക്കുകയാണ് വട്ടവടയിൽ. അടിപൊളി സ്ഥലമാണ്. അതിൽ നമ്മൾ വന്ന ഉടനെ മഴ വൈകി, നല്ല മഴ. ഇതിനെ മിനി സ്വിറ്റ്സർലൻഡ് എന്നാണ് പറയുന്നത്. മിനി സ്വിറ്റ്സർലൻഡ് ഓഫ് കേരള. അതെ, അപ്പോൾ നമ്മൾ മിനി സ്വിറ്റ്സർലൻഡിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് വഴി കുറച്ച് മോശമാണ്, പക്ഷെ ഓക്കെയാണ്. അകത്ത് കയറിപ്പോൾ നല്ല ഓക്കെ. ബാക്കി കാര്യങ്ങൾ നമുക്ക് വഴിയെ കാണാം. ഓക്കെ, സോ വെൽക്കം ടു വട്ടവട. എന്നെങ്കിലും സ്ഥലം നല്ല സ്ഥലമാട്ടോ. സ്വിറ്റ്സർലൻഡ് എന്നൊക്കെ പറയുന്നത് കുറച്ചൊരു തള്ളാണ്, പക്ഷെ എന്നാലും ഏകദേശം ഓൾമോസ്റ്റ് സ്വിറ്റ്സർലൻഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നല്ലൊരു ക്ലൈമറ്റാണ്. പിന്നെ ഈ പ്രോപ്പർട്ടി നല്ല പ്രോപ്പർട്ടിയാണ്. കുറേ സ്പേസ് ഉണ്ട് കുട്ടികൾക്ക് ഓടി കളിക്കാനൊക്കെ ആയിട്ട്. വലിയ ഗാർഡൻസ്, കളിക്കാനുള്ള സ്ഥലങ്ങൾ, പിന്നെ അതേപോലെ തന്നെ ഒരു 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 80s ബ്രിട്ടീഷ് ബംഗ്ലോ ടൈപ്പ് ഒരു വൈബാണ് മൊത്തത്തിലുള്ളത്. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം പർട്ടിക്കുലർലി വട്ടവടയിൽ നല്ലതാണ്. പിന്നെ സ്ഥലത്തിൻ്റെ പ്രത്യേകത പറഞ്ഞറിയിക്കണ്ടല്ലോ, പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഇതാണ് ഇവരുടെ കിച്ചൺ. അതൊരു സ്റ്റാൻഡ് അലോൺ കിച്ചണാണ്. എല്ലാ സാധനങ്ങളും കിട്ടും. വളരെ ഹാപ്പി. ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു, ഇഷ്ടംപോലെ സംഭവങ്ങൾ ഇവിടെ വളർന്ന് പടർന്ന് പന്തലിച്ചിട്ടുണ്ട് കേട്ടോ. പൂവുകളും കായ്കളും ഒക്കെ. അതിൽ ശ്രദ്ധേയമായൊരു സംഭവമാണ് നാടൻ അവക്കാഡോ. കണ്ടോ? പിന്നെ ഇത് കണ്ടോ, ഇവിടെ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ക്യാരം ബോർഡ്, ടെന്നീസ് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന സ്ഥലത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവിടെ വരുമ്പോൾ എന്തോ ഒരു ആക്രാന്തം പോലെ കേട്ടോ. എല്ലാവരും ചാടിക്കറി അതൊന്നും കാണാത്ത രീതിയിൽ എല്ലാം കളിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ നമ്മളും ചെയ്ത് കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. വളരെ ഹാപ്പി. എന്ത് പറ്റി? ക്യാമ്പ് നോയലിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ വെൽ മെയിൻറ്റൈൻഡ് ലാൻഡ്സ്കേപ്പ് ആട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. എങ്ങനെയുണ്ടായിരുന്നു സ്റ്റേ? നല്ല സ്റ്റേ ആണ്. നല്ല കോട്ടേജ് ആണ്. റൂംസ് ഒക്കെ അത്യാവശ്യം പ്രോപ്പർട്ടി നല്ല പ്രോപ്പർട്ടിയാണ്. അതെ, നമുക്ക് എന്തോ ഒരു ഡൈനിങ്, പ്രത്യേകിച്ച് സോഫ സെറ്റ് കാര്യങ്ങൾ, അങ്ങനെ നല്ല. ഓരോ കോട്ടേജിലും 2 റൂമും നടുവിൽ ലിവിംഗ് റൂം, ഫയർ പ്ലേസ്. റൂം ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ റൂം കേട്ടോ. പുറകിൽ കാണുന്ന അതേപോലത്തെ കോട്ടേജുകളാണ്. പിന്നെ നമ്മുടെ ഈ പ്ലേ ഏരിയ, ഇൻഡോർ ഗെയിംസ് ഇഷ്ടം പോലെ ഉണ്ട്. അതെ, കുട്ടികൾക്ക് നല്ല ബെസ്റ്റ് സ്ഥലമാണ്. കാരണം ഓടി നടക്കാൻ ഇതുണ്ട്, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അതിനിടയ്ക്ക് ഒരു പാർക്കുണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. മിനി സ്വിറ്റ്സർലാൻഡ് സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ട് ഒരു സ്വിമ്മിംഗ് പൂൾ ആണ്. അടിപൊളിയാണ്. രാവിലത്തെ വൈബ് നോക്കി ഇവിടെ ഉണ്ടാ, സൂര്യനൊക്കെ ആയിട്ട് നല്ല. അതെ, രാത്രി പക്ഷേ തണുപ്പുണ്ട്. പകലാവുമ്പോഴേക്കും അതൊക്കെ സെറ്റായി. അതെ, ഒരു 30 കോട്ടേജ് ഉണ്ടെന്നാണ് നമ്മളിവിടെ ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത്. ബിഗ് പ്രോപ്പർട്ടി. ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് പുതിയ കോട്ടേജുകളുടെ. അതെ, ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉണ്ട് പറയില്. അങ്ങനെ പിന്നെ എന്താ കാര്യം വെച്ചാൽ ഇവിടെ റോഡ് മോശമാണ്. അത് ഞാൻ ഈ ഇവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞെന്താന്ന് വെച്ചാൽ, ഇത് റോഡ് മെയിൻറ്റെയിൻ ചെയ്യാതെ വെച്ചേക്കുന്നതാണ് അത്ര. ഈ ട്രക്കിങ്ങിന് പോകുന്ന ജീപ്പുകൾക്ക് 3000 ഒക്കെ കൊടുത്ത് ഇങ്ങനെ ചാടിത്തുള്ളി വേണമല്ലോ പോവാൻ. ആ പർപ്പസിന് അതിന് വേണ്ടിയിട്ട് ഇവന്മാര് ഇത് മെയിൻറ്റെയിൻ ചെയ്യാതെ നിർത്തിയിരിക്കുന്നതാണെന്നാണ് പറയുന്നത്. ഇവിടുന്ന് പോകാനായിട്ട് എന്തൊക്കെയോ നമുക്ക് ജീപ്പില് ഒരു ഹിൽ സ്റ്റേഷൻ, ഒരു കേവ്, അങ്ങനെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. 2-3 മണിക്കൂർ നേരത്തെ ട്രിപ്പ്. 2 ദിവസം പോകാനുള്ളതുണ്ട്. ഒന്ന് ഒരു 2 മണിക്കൂറിന്റെ ഈ പറഞ്ഞ പോലെ കേവ്, അങ്ങനത്തെ പരിപാടി. രണ്ടാമത്തെ ദിവസം ഫോറസ്റ്റിന്റെ ട്രക്കിംഗ്, ഒഫീഷ്യൽ കേരള ഗവൺമെന്റിന്റെ ഫോറസ്റ്റിന്റെ ട്രക്കിംഗ് ഉണ്ട്. അതും ഒരു 2 മണിക്കൂർ. പക്ഷെ അതിന്റെ അട്ടയുടെ ഒരു പ്രശ്നം പറയുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ അത് പ്രതീക്ഷിച്ചിട്ട് വേണം പോകാൻ. അതെ, നമ്മൾ പോയിട്ടില്ല കേട്ടോ. നമ്മളിപ്പോ രാവിലെ ഇന്നലെ ഉച്ചയ്ക്ക് വന്ന് ഇന്ന് രാവിലെ എണീറ്റ്
ചുമ്മാ സ്വിറ്റ്സർലൻഡിന് നടുക്ക് നിൽക്കുവാണ്. അതെ. പിന്നെ ഇന്നലെ ബാർബിക്യൂ ഉണ്ടായിരുന്നു, അതൊന്ന് പറയൂ. അല്ല ബാർബിക്യൂ അല്ല, സോറി, ഫയർ പ്ലേസ് ഞാൻ മിസ്സായി പോയതാണ്. ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. ക്യാമ്പ് ഫയർ എന്ന് വെച്ചാൽ ഇവിടെ ഒരു കോമൺ പ്ലേസ്, അതൊക്കെ ഫ്രീ ആണ് കേട്ടോ, എല്ലാവർക്കും കോമൺ. 7 to 8 8 നിർത്തിയോ? ഇന്ന് മഴ ആയതുകൊണ്ട് പെട്ടെന്ന് നിർത്തിയതോടെ എനിക്ക് ഡൗട്ട് ഉണ്ട്. മഴയുള്ള ദിവസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു, അല്ലാത്ത ദിവസം 1-2 മണിക്കൂറുണ്ട്. 7 to 9 പാട്ടൊക്കെ വെച്ച് നമുക്ക് ഡാൻസ് ഒക്കെ ചെയ്ത് എല്ലാവരും ഉണ്ടാവും. നമ്മൾ മാത്രമല്ല, എല്ലാ ആൾക്കാരും ഒരു മിക്സിങ്. അപ്പൊ എല്ലാവർക്കും കൂടി ഡാൻസ് ഒക്കെ കളിക്കാം. പിന്നെ ഇവിടുത്തെ ഫുഡിനെ കുറിച്ച് പറയാം. ഇവിടെ നിയർ ബൈ വേറെ ഹോട്ടൽസ് ഒന്നും ഇല്ല. പിന്നെ നമ്മളിവിടെ ഒരു വണ്ടിയിൽ വന്നിട്ട് പിന്നെ ആ വണ്ടിയിൽ തന്നെ 7 കിലോമീറ്റർ തിരിച്ച് ഏതെങ്കിലും ഹോട്ടലിൽ പോയി പോകാനായിട്ട് ആരും തയ്യാറാവില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂടി ചാടിത്തുള്ളി വേണം പോകാൻ. അപ്പോൾ ഇവിടുത്തെ ഭക്ഷണം തന്നെ നമ്മൾ കഴിക്കണം. ഇവിടുത്തെ ഭക്ഷണം എനിക്കറിയില്ല, അത്രയും വലിയ അപ് ടു ദ മാർക്ക് എന്ന് പറയാനില്ല. പക്ഷെ എന്തായാലും ഒന്ന് പറയാം, നല്ല സ്ഥലമാണ്. സുഖമായിട്ട് വന്ന് 2-3 ദിവസമൊക്കെ അടിപൊളിയായിട്ട് നിൽക്കാൻ പറ്റിയ, ബാഹ്യ ലോകത്തു നിന്നുള്ള എല്ലാ കണക്ഷനും വിച്ഛേദിച്ചുകൊണ്ട് മിനി സ്വിറ്റ്സർലൻഡിൽ വെടിയുണ്ടകളെ പേടിക്കാതെ ഡീടോക്സ് ഇരിക്കാം. അപ്പൊ ഇനി നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പോകണം 8 മണിക്ക്. അപ്പൊ അതിന്റെ കാഴ്ചകളും ബാക്കി കാര്യങ്ങളും, പിന്നെ നമുക്ക് പറ്റുവാണെങ്കിൽ ഇന്നോ നാളെ ആയിട്ട് പുറത്തു പോവാം എന്നുള്ളതാണ് പ്ലാന്. നോക്കട്ടെ, മഴയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ. സ്വന്തം പതുക്കെ ഇട്ട് കൊടുക്കുന്നു. നമ്മളിപ്പോഴേ ഒരു ജീപ്പ് സഫാരിക്ക് പോവാണ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ടോപ്പ് സ്റ്റേഷൻ ആൻഡ് സം കേവ്സ്. അപ്പൊ 2 ജീപ്പ് എടുത്തിട്ടുണ്ട്. വളരെ സാഹസികമായ ഓഫ് റോഡ് ആണ് കേട്ടോ. നോക്കാം, ഇതുണ്ടാ കണ്ണാടിയൊക്കെ വെച്ച് സെറ്റാണ്. ഫുൾ ആറ്റിറ്റ്യൂഡ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ. ഇപ്പോ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. കാഴ്ചകളാണ്. അതെ, തൊട്ടടുത്താണ്, റിസോർട്ടിന്റെ തൊട്ടടുത്താണ്.
പറഞ്ഞു വരുമ്പോഴേ ഇതൊരു കൊടും കാടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. അവിടുന്ന് ഒരു അരമണിക്കൂർ ജീപ്പിലിങ്ങ് വന്നാൽ മതി. ആ ജീപ്പിലെ ഡ്രൈവർ തന്നെയാണ് നമ്മുടെ ഗൈഡ്. പക്ഷേ ഇതിൽ കുറേ പാർക്കിട്ടുകളും ഒരു കേവും ഒരു വല്ലാത്തൊരു സ്ട്രീമും ഒക്കെ ഉണ്ട്. മൊത്തത്തിൽ വൈബ് പെട്ടെന്ന് അങ്ങോട്ട് മാറി, ആംബിയൻസ് മൊത്തത്തിൽ മാറി. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. ഗൈസ് ഇവിടെ പാഷൻ ഫ്രൂട്ടൊക്കെ കിട്ടും. എത്ര വില? 150 രൂപ. 150 രൂപ. 150 ഫ്രഷ് ആയത്? ഫ്രഷ് ഇപ്പോൾ കാലത്തെ പറിച്ചതാ. ശരി, എന്തായാലും 1 കിലോ താ. നല്ലത് പഴുത്ത് തന്നെ. അപ്പം നല്ല ഞാൻ പറഞ്ഞതൊക്കെ നല്ല പച്ച എടുത്ത് കുത്തിയായിരുന്നു. ഇത് കളിച്ച് നോക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞേക്ക്, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി തന്നെ നല്ല ചോക്കും. പച്ചയൊന്നും നിങ്ങൾ ഓർക്കണ്ട. അതാണ് ഈ കാണുന്നതാണ് വട്ടവട ടൗൺ. ഇവിടെ നമ്മുടെ നായാട്ട് എന്ന് പറഞ്ഞ ജോജു ജോർജിൻ്റെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അങ്ങനെയാണ് ഇത് പോപ്പുലറായത്. അടുത്തടുത്താണ് വീടുകൾ. കളർഫുള്ളായിട്ടുള്ള പെയിൻ്റൊക്കെ അടിച്ച മതിലുകളും ചുമരുകളൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരു തമിഴ്നാടിൻ്റെ കൂടുതൽ ഭംഗിയാണ് കേരളത്തെക്കാളും കൂടുതൽ ഇവിടെ കാണുന്നത് കേട്ടോ. എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമ്മളിപ്പോൾ ഇനി ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഹോട്ടൽ തപ്പിയിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പം നമ്മൾ പുലിമട കണ്ടു, കേവ്സ്, വാട്ടർഫോൾ കണ്ടു. പിന്നെ എന്താ നായാട്ട് സിനിമേൻ്റെ ഒരു ഷൂട്ടിംഗ് സ്ഥലം കണ്ട്. നല്ല സ്ഥലം, നല്ല സ്ഥലങ്ങളായിരുന്നു. കോട വന്നു നമ്മൾ. ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതെ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. ഇവിടെ വട്ടവട ടൗൺ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അവിടുത്തെ ഒരു മേജർ എന്ന് പറയാവുന്ന ഒരു നല്ല സ്ഥലത്താണ് മ്യൂസിയം റെസ്റ്റോറൻറ്റിൽ കയറി നമുക്ക് ഫുഡ് ഇവിടുത്തെ ഒന്ന് ട്രൈ നോക്കാം. ഓക്കെ, കമോൺ. ഗൈസ്, എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ്? ഇതുവരെ നല്ലതാണ്. ഇന്നത്തെ യാത്ര നല്ലതായിരുന്നു. ഇന്നത്തെ പോയത് പുലിമടയില് നമ്മൾ തന്നെ പുലികള് ഒരു മടയില് പോയി എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, മടയില് നമ്മൾ പോയി. എത്ര നല്ല ആംബിയൻസ് ആയിരുന്നു. നല്ല ആംബിയൻസ്. ഓക്കെ, കൊടുങ്കാട് രുദ്രാക്ഷമരം ഞാൻ ആദ്യമായിട്ടോ തന്നെ. അതെ, നമുക്ക് മറ്റേ ചതുർമുഖി കിട്ടി. ഓക്കെ ഓക്കെ ഓക്കെ. മോനോ കൊള്ളാം. മോക്കോ കൊള്ളാം. മോക്കോ കൊള്ളാം. ഹൗ അബൌട്ട് യു? എങ്ങനെയുണ്ട്? ഹൗ ഇസ് ദ വൈബ്സ്? അപ്പോൾ ഗൈസ്, നമ്മൾ ഭക്ഷണം കഴിച്ചു. നല്ല ഭക്ഷണമായിരുന്നു. മ്യൂസിയം എന്ന് പറഞ്ഞ ഹോട്ടൽ കണ്ടല്ലോ അല്ലേ? ഓ, എന്ത് മാങ്ങ എന്താ, ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു ഹണി മ്യൂസിയം ഉണ്ട്. പിള്ളേർക്കൊക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ഓവർ തളർന്നു. അവർ കൊണ്ടുപോകണോണ്ട് നമ്മൾ കയറുന്നുള്ളൂ. അതിലൊന്ന് നോക്കാം. വാ. ഇതേ പുറത്തുനിന്ന് നോക്കിയാൽ ചെറിയ സ്ഥലം, അയ്യപ്പാസ് പോലെ. പക്ഷെ അകത്ത് കയറിയാൽ അതിവിശാലമായ ഷോറൂം. ഇത് കാണൂ, ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഓർഗാനിക് കസ്തൂരി മഞ്ഞൾ, ഓർഗാനിക് അശ്വഗന്ധ, ഓർഗാനിക് ഇതെന്താ ഹണിയാണെന്ന് തോന്നുന്നു അല്ലേ? ഇൻഡിഗോ പൗഡർ, നീല അമരി, എല്ലാ ഐറ്റംസും ഉണ്ട്. ചോക്ലേറ്റ്സ് ഉണ്ട്, ഹാൻഡ് മെയ്ഡ് ചോക്ലേറ്റ്സ്, അങ്ങനെ എല്ലാ ഐറ്റംസും. ഇത്തെ പരിപാടി സ്ട്രോബെറി ഫാം. അടിപൊളി ഫാം ഉണ്ട്. വലിയ ഫാം.
Money uncle, can we go get one? അങ്ങനെ സ്ട്രോബെറി ഫാമിൽ നിന്ന് സ്ട്രോബെറി ജാം, സ്ട്രോബെറി സൂപ്പ്, സ്ട്രോബെറി ജ്യൂസ്, സ്ട്രോബെറികൾ പല പല ടൈപ്പ് സാധനങ്ങൾ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ അടുത്ത ദിവസം ഒരു വെറൈറ്റി സംഭവം പിടിച്ചിരിക്കുകയാണ്. അതിൽ ചില ആൾക്കാർ വന്നിട്ടില്ല, അട്ടയെ പേടിച്ചിട്ട്. ജിത്തു പിന്നെ ദിലീപും വന്നിട്ടില്ല. ബാക്കിയുള്ളവർ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ധൈര്യശാലികൾ ഒരു ട്രക്കിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. പറഞ്ഞല്ലോ, ഇവിടെ കേരള ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ട്രക്കിംഗ് ഉണ്ട്. നല്ല ട്രക്കിംഗ് ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ അട്ടയുടെ ശല്യം ഉള്ളതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് സൂക്ഷിച്ച് വേണം പോകാനായിട്ട്. ഈ കാണുന്നതാണ് കേട്ടോ സ്ഥലം. സോ ഗൈസ്, നമ്മളിന്ന് 3rd ഡേ ആണ്. ഇവിടെ ഒരു ഒഫീഷ്യൽ ട്രെക്കിംഗ് ഓപ്ഷൻ ഉണ്ട് ഗവൺമെൻറ് ഓഫ് കേരളേൻ്റെ ബിഹാഫിലുള്ള ഒരു 3 hours ട്രെക്കിംഗ്. ഭയങ്കര ഭീകര ട്രെക്കിംഗ് ഒന്നുമല്ല, എന്നാലും നമ്മളതൊന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി വന്നിരിക്കുകയാണ്. കണ്ടോ, ബ്യൂട്ടിഫുൾ സീനറി. ഇവിടെ ഇങ്ങനെ ക്യാബിൻസ് ഒക്കെ ഉണ്ട്. ഇത് ഗവൺമെൻറ്റിൻ്റെ ആട്ടോ, ഫോറസ്റ്റിൻ്റെ ആണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ അകത്തോട്ടൊരു 3 kilometer ട്രെക്ക് ചെയ്യണം. സോ ഒന്ന് പോയി നോക്കാം. ഇവിടെയൊക്കെ താമസിക്കാൻ പറ്റുന്ന തോന്നണേ. നല്ല കോസി സ്ഥലമാണ്. മഴയൊക്കെ പെയ്യുമ്പോൾ നല്ല വൈബായിരിക്കും തോന്നുന്നു അല്ലേ? അടിപൊളി. ഇതൊരു ആട്ടമുണ്ട്. അതെ അതെ. അപ്പോൾ ട്രെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, എല്ലാവരും ചെറുതായിട്ടൊരു മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത് വേറൊരു മലയും കൂടി ഉണ്ടെന്നാണ് പറയണേ. ലെറ്റ്സ് സീ. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു പോസ് എടുത്തിരിക്കുകയാണ്. കണ്ടോ, വ്യൂ കണ്ടോ, കാണിച്ചു തരാം. കണ്ടോ, ഇതാണിപ്പോൾ ഇവിടുത്തെ സീന്. കുറേ മരങ്ങൾ, ഇതൊക്കെ കുറേയൊക്കെ തീയിട്ടിട്ട് കൺട്രോൾ ഫയർ വഴി തീയിട്ട് വെച്ചിട്ടുണ്ട്. കുറേയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ 1/4 പോലും ആയിട്ടില്ല ട്രക്കിങ്ങിൻ്റെ. മാറി മാറി വരുന്നുണ്ട്. ഇത് ഫുൾ ഫേൺസ് ആണ്. ഇവിടെ ഈ കാണുന്ന സൈഡിലുള്ളതൊക്കെ ഫേൺസ്. ഐ തിങ്ക് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് എന്നാണ് എൻ്റെ ഒരു ലിമിറ്റഡ് നോളജ്. പിന്നെ വേറെ ഒരു റോഡോഡെൻഡ്രോൺ എന്ന് പറഞ്ഞിട്ടൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മരം ഇവിടെ ഉണ്ട്, കാണിച്ചു തരാം. അത് ഇവിടെയും പിന്നെ ഹിമാലയത്തിലേ ഉള്ളൂ എന്നാണ് സാറ് പറഞ്ഞത്. നല്ല പഴക്കമുള്ള മരമാണ്. ഒരു യെല്ലോ ലീഫൊക്കെ ആയിട്ട്. നെക്സ്റ്റ് വരുമ്പോൾ കാണിച്ചു തരാം. ഇങ്ങോട്ട് വരുമ്പോൾ ഈ സൈഡ് ചിന്നാറ് വരും. ഈ മലക്കപ്പുറം സൈഡ് ഇങ്ങോട്ട് വരുമ്പോൾ ഈ പൊങ്ങി വരുന്ന മല ചിന്നാറാണ്. ഇങ്ങോട്ട് മാറി കഴിഞ്ഞാൽ ഇത് മറയൂർ. ഇതിൻ്റെ നേരെ താഴെ കാന്തല്ലൂർ വരും. ഈ മല ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് 2 ഈ ഗ്യാപ്പിൽ മറയൂർ വരുന്നത് നേരെ താഴത്തേക്ക്. ഇതിൻ്റെ ഇപ്പുറത്തെ ഗ്യാപ്പിൽ വരുന്നത് അവിടുന്ന് ഈ ടോപ്പിൽ നിന്ന് 2 kilometer കഴിഞ്ഞാൽ കാന്തല്ലൂർ എത്തി. അതിന് കാര്യമായിട്ട് അറിയത്തില്ല. ഞാൻ പിന്നെ അങ്ങനെ ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇത് ഹിമാലയത്തിലേ കാണത്തുള്ളൂ, ഇത് ഇവിടെ അല്ലാതെ? ഇവിടെ അല്ലാതെ. വെസ്റ്റേൺ ഗട്ട്സ് കഴിഞ്ഞാൽ പിന്നെ ഈ നീലഗിരി മല കഴിഞ്ഞാൽ പിന്നെ ഹിമാലയത്തിലുള്ളൂ. എന്തുമാത്രം പഴക്കമുണ്ട് ഇതിനൊക്കെ? ഇതിനൊക്കെ നല്ല പഴക്കമുള്ള ഈ ചെടികൾ, ഈ മരത്തിനൊക്കെ. അധികം ഹൈറ്റ് വെക്കില്ല അല്ലേ? അധികം ഹൈറ്റ് വെക്കും. ഇതാണ് റോഡോഡെൻഡ്രോൺ. നല്ല കാറ്റോട്ടമുള്ള സ്ഥലം. എന്തൊരു ഡിഫറൻസ് ഉണ്ട് കാണുമ്പോൾ അല്ലേ, മറ്റുള്ളതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ആ അതെ, പുതിയ എല്ലാണെന്ന് തോന്നുന്നു. ചേട്ടാ, സാറ് പൂവാണോ അതിൻ്റെ? ഈ പൂവാണ്. അതിപ്പോ പൂത്ത് കഴിഞ്ഞു. റെഡ് കളറാ? Guys, you enjoying the trip? Okay, bye. ഉള്ള കയറ്റാണ് ഗൈസ്, കുത്തനെയുള്ള കയറ്റം. അല്ല, മരം മറിഞ്ഞു കിടക്കാണ് ഇവിടെ. Come on guys. ചെറിയൊരു യെസ് സക്സസ്.
ഇവിടെ നിറയെ കുറേ വെറൈറ്റി റെയറായിട്ടുള്ള വൃക്ഷങ്ങൾ, ചെടികൾ, പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. കൂടെ ഒരു ഫോറസ്റ്റ് ഓഫീസർ സാറുണ്ട്. പുള്ളിയോട് ഇഷ്ടം പോലെ ചോദ്യങ്ങൾ വെച്ച് വെറുപ്പിക്കുന്നുണ്ട് കാവ്യ. എന്തിനാണ് ഉപയോഗിക്കുന്നത് ഇത്? മെഡിസിനൽ പ്രോപ്പർട്ടീസ്. ആ മരം തന്നെ വാസ് സ്റ്റാൻഡിങ് ഔട്ട് ഫ്രം ദ റെസ്റ്റ് ഓഫ് ഇറ്റ്. ഒരു ബ്ലൂ ഇതുണ്ട്, അപ്പോൾ അതിന്റെ പേര് അവർ പറയുന്നത് ബ്ലൂ ഗം. ആൻഡ് ഇറ്റ് സ്മെൽസ് ഫാന്റാസ്റ്റിക്. യൂക്കാലി ഓയിൽ. ലോട്ട്സ് ഓഫ് മെഡിസിനൽ പ്രോപ്പർട്ടീസ് അവൾ പറയുന്നത് മാറി മാറി വരുമ്പോൾ ദ മണി കീപ്സ് ഇൻക്രീസിങ്. 2, 5, 3 അങ്ങനെയൊക്കെ ആവും. ബ്ലൂ കളറാണ്, ഒരു സൈഡിൽ ബ്ലൂ, ഒരു സൈഡിൽ ഫ്രം എ ഡിസ്റ്റൻസ് യു കാൻ ആക്ച്വലി. നൈസ്. ഇവിടെ ആ മരമാണ് സംഭവം. The under surface is more blue than അവൻ ഇങ്ങനെ നിൽക്കുമ്പോഴേ കാണാനുള്ളൂ. നൈസ്. ഇങ്ങനെ ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ ട്രിപ്പ് വൈകിയാണ്. കണ്ടാ മുഖത്തെ വിഷമം, കണ്ട സങ്കടമായി പോയി അല്ലേ? 3 ദിവസം 3 നൈറ്റ് പൊളിച്ചു. സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ട്രിപ്പായിരുന്നേ, അത് പറയാതിരിക്കാൻ വയ്യ. 3 നൈറ്റ്സും ഞങ്ങൾ ഒരു ടുഗദർനെസ്, ഹാപ്പിനെസ് ആൻഡ് ടുഗദർനെസ് സെറ്റായിരുന്നു. നല്ല സ്ഥലം, നല്ല സ്ഥലമായിരുന്നു, തണുപ്പ്. ഒറ്റ പ്രശ്നമുള്ളൂ, റേഞ്ച് ഇല്ല നമുക്ക്, കമ്മ്യൂണിക്കേഷൻ. അത് ഒരു കണക്കിന് ഗുണമാണെന്ന് കൂട്ടിക്കോ. ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് വൈഫൈ ഉണ്ടായിരുന്നു. അതും ഇങ്ങനെ ഇടയ്ക്ക് വരും പോവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ്. അവരെ കൊണ്ടാവുന്നതൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ നാട്ടിലെ പോലത്തെ പെർഫെക്റ്റ് അല്ല. പക്ഷെ എന്നാലും നല്ല ക്ലൈമറ്റ്, പിന്നെ അടുത്തടുത്ത് ചെറിയ ട്രക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. ഭീകരല്ല. 2 നൈറ്റ് ഫുൾ ലോഡഡ് ആണ്. 3ാമത്തെ നൈറ്റ് ഒന്ന് നിങ്ങൾ ആലോചിക്കണം, ഒന്ന് റിലാക്സ് ചെയ്യാനൊരു ദിവസം അങ്ങനെ കണ്ടാൽ മതി. ഒത്തിരി പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, നമ്മുടെ എല്ലാ വണ്ടി അല്ലാതെ. റിസോർട്ട് ഫുള്ളാണ് കേട്ടോ, റിസോർട്ട് ഫുള്ളാണ്. എപ്പോഴും ആളുണ്ട്. ഇപ്പോൾ വെക്കേഷൻ, ഇപ്പോൾ നാളേക്ക് സാറ്റർഡേ സൺഡേ ഒക്കെ ആയതുകൊണ്ട് അതിൻ്റെ കൊണ്ടാവും. അപ്പോൾ ഞങ്ങൾ പോട്ടെ. അപ്പോൾ ഞങ്ങളുടെ വണ്ടി വന്നു. 3 nights ആൻഡ് അപ്പോൾ 7th to 10th ആണ് നമ്മൾ ചെയ്തത്. നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമ്മുടെ പേര് പറഞ്ഞാൽ മതി. ഡിസ്കൗണ്ട് ഒന്നും കിട്ടില്ല, വെറുതെ ചോദിച്ചു നോക്ക്. നമുക്ക് കിട്ടില്ല, പക്ഷെ ചോദിക്കുന്നത് തെറ്റില്ലല്ലോ. നമ്മൾ ചോദിച്ചു, ചിലപ്പോൾ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടിയിലോട്ട് കയറാം. ഓക്കെ, ഓൺ ദ വേ ചിലപ്പോൾ എവിടെയെങ്കിലും ഒക്കെ നിർത്തുമായിരിക്കും. ഡ്രൈവർ പറഞ്ഞിട്ടുണ്ട്, തിരക്കുണ്ടോ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ കാണാം. കാശ്